വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാണ് വേണം, ഹുക്ക് വേണം, നമുക്ക് കത്രിക വേണം. ഈ 3 ഐറ്റം കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ടാണ്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോയിലും ആദ്യം സ്ലിപ്പ് നോട്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് നമ്മളിതുപോലെ നമ്മൾ എക്സ് ഷേപ്പിൽ നമ്മളിങ്ങനെ ചെയ്ത് അടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡിൽ യാണെടുത്ത് വലിക്കണം. അപ്പോൾ നമുക്കിതുപോലൊരു കെട്ട് പോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മളത് ടൈറ്റ് ചെയ്യണം, നല്ല ടൈറ്റ് വേണ്ട, ഇച്ചിരി ടൈറ്റ് മതി. എന്നിട്ട് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് ആവശ്യമില്ലാത്ത ആ യാണെടുത്ത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 55 ചെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയിൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ആദ്യം 55, നമുക്ക് എത്ര വലിപ്പത്തിലുള്ള റോസാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയിനിൻ്റെ നീളവും പിന്നെ എത്ര ചെറുതാണെങ്കിൽ ചെയിനിൻ്റെ നീളം കുറയ്ക്കാം കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിനാണ്. അപ്പോൾ ഞാനിവിടെ 55 ചെയിനാണ്. അപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള, അത്ര വലിപ്പമല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള റോസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുതാണ് വേണമെങ്കിൽ ചെയിനിൻ്റെ നമ്പേഴ്സ് കുറച്ചാൽ മതി. ഒരു 30 അല്ലെങ്കിൽ 35 അങ്ങനത്തെ ഒക്കെ ചെയിൻ നമ്പേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, 55 ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഡബിൾ ക്രോഷ്യ ഇൻ 4th ചെയിൻ. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ 4 ചെയിൻ നമ്മൾ പിറകോട്ട് നമ്മൾ ഉണ്ടെങ്കിൽ 4ാമത്തെ ചെയിൻ, ഓക്കെ, ആ 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതായത് ഒറ്റ പ്രാവശ്യം ഒന്ന് ചുറ്റണം. ഒറ്റ പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മൾ ആ 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഹുക്കിനെ കയറ്റണം. അപ്പോൾ നമുക്ക് 3 ഹുക്ക്, നമുക്ക് 3 ലൂപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത യാണെടുത്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ നമ്മളിങ്ങനെ കയറ്റണം. ആൻഡ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി യാണെടുത്ത് അടുത്ത 2 ലൂപ്പിൽ കൂടെ കയറ്റി കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അതാണ് 2 ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ഡബിൾ ക്രോഷ്യ ഉണ്ടാക്കണം. ഒരു വട്ടം കൂടി നമ്മൾ ചുറ്റുന്നു. എന്നാൽ ആ സെയിം 4ാമത്തെ ആ ചെയിൻ നമ്മൾ ചെയ്തില്ല, 4ാമത്തതിൻ്റെ തന്നെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഹുക്കിനെ ഉള്ളിൽ കൂടെ കടത്തി ആ യാണിനെ എടുക്കണം. എന്നിട്ട് പുറത്തേക്ക് വരണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഈ യാണിനെ എടുത്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ കടത്തണം. അഗെയിൻ നമ്മൾ ഈ യാണിനെ എടുത്ത് അടുത്ത 2 ലൂപ്പിൽ കൂടെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിനി അവിടെ നിന്ന് 4 ചെയിൻ നമ്മൾ വീണ്ടും 4 ചെയിൻ ഉണ്ടാക്കണം. 1 2 3 and 4. അപ്പോൾ 4 ചെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ 4 ചെയിൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും 2 ഡബിൾ ക്രോഷ്യേൻ്റെ 4th ചെയിൻ. അപ്പോൾ ഒന്നും കൂടി നമ്മളൊരു ചുറ്റുന്നു, ഒരു 4 അവിടെ നിന്ന് 4ാമത്തെ ചെയിൻ കേട്ടോ. 4ാമത്തെ ചെയിൻ 1 2 3 4 ഇത് വിടുക. കണ്ടോ, എൻ്റെ കൈ പോകണമുണ്ടോ. 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്നും കൂടി ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. 4ാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഹുക്കിനെ കടത്തി അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും യാണിനെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. നമ്മൾ സെയിം നേരത്തെ ചെയ്തതിൻ്റെ മെത്തേഡ് തന്നെ. ആദ്യത്തെ 2 ഇതിൽ കൂടെ അഗെയിൻ നമ്മൾ ഈ യാണിനെ എടുത്ത് പിന്നെ ഉള്ള 2 ലൂപ്പിൽ കൂടിയും കിടക്കണം. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. ഒന്നും കൂടിയും ചുറ്റി അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ആ 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം. ആൻഡ് അടുത്ത യാണിനെടുത്ത് വലിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അഗെയിൻ നമ്മൾ യാണിനെടുക്കുന്നു. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ അഗെയിൻ നമ്മൾ യാണിനെടുത്ത് അടുത്ത 2 ലൂപ്പിൽ കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യം ലാസ്റ്റ് ചെയിൻ കഴിഞ്ഞു. നമ്മൾ ഇത് തന്നെ സെയിം മെത്തേഡ് നമ്മളിങ്ങനെ ആ ചെയിൻ അവസാനിക്കുന്ന വരെ നമ്മളിതിങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഘട്ടം ഘട്ടമായിട്ട് നമുക്കിങ്ങനെ സെറ്റായിട്ട് നമുക്കിങ്ങനെ ഓരോരോ ഇത് കിട്ടും, ഹോള് പോലെ നമുക്കിതിങ്ങനെ വരും. അപ്പോൾ മെത്തേഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഫുള്ള് കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തിരിക്കണം. അപ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മുകളിലായിട്ട് എതളിൻ്റെ പോലെ നമുക്ക് റാ 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 പോലത്തെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇതുപോലെ 1 2 അങ്ങനെ അവസാനം വരെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യണം ആദ്യം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് പറഞ്ഞുതരാം, മൊത്തം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആദ്യം 1 സിംഗിൾ ക്രോഷ്യ. 1 സിംഗിൾ ക്രോഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചുറ്റാതെ നമ്മൾ നേരെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കടത്തണം. ആ ഹോളിനുള്ളിൽ കൂടെ കടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഒന്നും കൂടിയും കാണിച്ചു തരാം. ആ വലിയൊരു ഹോള് കാണുന്നില്ല, വലിയൊരു ഹോള് ഫസ്റ്റ് സെക്ഷനിൽ വലിയ ഹോൾ, അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി നമ്മളതിൻ്റെ അടുത്ത യാണിനെടുത്ത് നമ്മളിങ്ങനെ വലിക്കണം. ആ ഹോളിൽ കൂടെ തന്നെ വലിക്കുമ്പോൾ 2 ലൂപ്പ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഗെയിൻ നമ്മൾ ആ യാണിനെടുത്ത് ആ 2 ലൂപ്പിൽ കൂടിയും നമ്മൾ ത്രൂ കടത്തണം. അതാണ് 1 സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് നമ്മൾ ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ടത് 10 ഡബിൾ ക്രോഷ്യ. 10 ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ എന്തെങ്ങനെയാണ്, ഒരു വട്ടം കൂടി നമ്മൾ ചുറ്റും അഗെയിൻ നമ്മൾ ആ വലിയ ഹോളിൻ്റെ അടിയിൽ കൂടെ എടുക്കുന്നു. എന്നിട്ട് വീണ്ടും ആ യാണിനെടുത്ത് അപ്പോൾ 3 ലൂപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ അഗെയിൻ ആ യാണിനെടുത്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പിന്നെ യാണിനെടുത്ത് അഗെയിൻ 2 ലൂപ്പിൽ കൂടി കടത്തതാണ് ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ഒരു 9 എണ്ണം കൂടിയും ചെയ്യും. ഇപ്പോൾ 1 ചെയ്തു കേട്ടോ, നമ്മളിനി 9 എണ്ണം കൂടി ചെയ്യും. വീണ്ടും അതിൽ കൂടെ എടുത്തു. വളരെ സിമ്പിളാണ് ഈ മെത്തേഡ് തന്നെ. ആ ഫസ്റ്റ് കാണുന്ന മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന അവസാനം വരെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ അത് നമുക്കത് പല പല കാര്യങ്ങൾക്കും നമുക്കത് യൂസ് ചെയ്യാം. ബൊക്കെ ഉണ്ടാക്കാനും ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ 10. അപ്പോൾ ഞാനിതാ ഡബിൾ ക്രോഷ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒന്നും കൂടിയും കാണിക്കാം. ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്യും, ഹുക്കിനെടുത്ത് ചുറ്റും അഗെയിൻ നമ്മൾ ആ വലിയ ഹോളിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ആ യാണിനെ എടുക്കണം. യാണിനെയും കൂടി എടുത്ത് നമ്മളെന്ത് 3 ലൂപ്പ് കിട്ടും. അഗെയിൻ 2 ലൂപ്പ് അഗെയിൻ 2. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. 10 വരെ നമ്മൾ ചെയ്യും. പത്ത് ഡബിൾ ക്രോഷ്യ നമ്മൾ കഴിഞ്ഞ് 1 സിംഗിൾ ക്രോഷ്യയാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ. അത് നേരെ നമ്മൾ ഹോളിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ആ യാണിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, 2 ലൂപ്പ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത യാണിനെ എടുത്ത് എടുക്കുക. അത്രയേ ഉള്ളൂ. സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ആ ഒരു അതൾ നമ്മൾ ഫിനിഷിങ് ചെയ്തു. ഇനി അടുത്ത അതൾ സ്റ്റാർട്ട് ചെയ്യണത് വീണ്ടും സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് തന്നെയാണ്. ആദ്യം സിംഗിൾ ക്രോഷ്യ വെച്ച് അടുത്ത അതൾ ചെയ്യുക. അടുത്ത അതളും കൂടി പറഞ്ഞു തരാം, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത അതൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി നേരത്തെ വീഡിയോ കണ്ടാലും മതി. അപ്പോൾ അടുത്ത അതൾ ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഡയറക്റ്റായിട്ട് തന്നെ ആ ഹോളിൽ കൂടെ കയറ്റുക. അതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡബിൾ ക്രോഷ്യ തന്നെ 1 പ്രാവശ്യം നമ്മൾ ചുറ്റും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് കയറ്റി ആ യാണിനെടുത്ത് വലിച്ച് എന്ത് ചെയ്യണം, അപ്പോൾ 2 ലൂപ്പ് കിട്ടും. നമ്മളതിൽ കൂടെ അടുത്ത യാണിനെയും കൂടി എടുത്ത് ആ ലൂപ്പിൽ കൂടെ എടുക്കണം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. നമ്മൾ എതൾ തുടങ്ങണത് 10 സിംഗിൾ ക്രോഷ്യയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10 ഡബിൾ ക്രോഷ്യ ചെയ്യും. കണ്ടോ, ഒരു വട്ടം ചുറ്റുന്നു. അഗെയിൻ ആ വലിയ ഹോളിൽ കൂടെ എടുത്ത് നമ്മളിങ്ങനെ ചെയ്യും. അങ്ങനെ 10 ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ ആ എതൾ അവസാനിപ്പിക്കുമ്പോഴും എന്താണ്, നമ്മളൊരു സിംഗിൾ ക്രോഷ്യയിൽ അവസാനിപ്പിക്കും. എന്നാലേ ആ ഒരു എതൾ ഒരു എന്താ പറയുക അതിൻ്റെ പൂർണ്ണതയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായി, നമ്മൾ ആ ഒരു ചെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അവസാനം വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 2 സ്റ്റെപ്പേ ഉള്ളൂ. ആ 2 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോസ് ഫ്ലവർ നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളിതുപോലെ അതിൻ്റെ അറ്റെടുത്ത് നമ്മളിങ്ങനെ ചുറ്റുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹോട്ട് ഗ്ലൂ ഗണ്ണില്ലേ, ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഈ ക്രോഷറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പശയുണ്ട്, അതും വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സൂചി നൂലൊക്കെ എടുത്ത് നമുക്ക് തുന്നി ആ അടിഭാഗം അവസാനത്തെ ആ ഒരു ഭാഗം നമുക്ക് തുന്നി നമുക്ക് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയത്. റെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ ബൈ.